നാടിനെ നടുക്കിയ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിൽ ഇതുവരെ 8 മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു. ഇനി ഒരു മൃതദേഹം കൂടി തിരിച്ചറിയാനുണ്ട്. ചികിത്സയിലുള്ള 13 പേരിൽ 5 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. അപകട സമയത്ത് വെടിക്കെട്ടുപുരയിൽ 34 പേരുണ്ടായിരുന്നുവെന്ന് പോലീസിന്റെ നിഗമനം. കെടാവർ നായകളെ ഉപയോഗിച്ച് ഇന്നു നടത്തിയ പരിശോധനയിൽ കൂടുതൽ ശരീരഭാഗങ്ങൾ കണ്ടെത്തി. കണ്ടെടുത്ത സ്ഫോടക വസ്തുക്കൾ നിർവീര്യമാക്കി. പെസോയും ഫോറൻസിക് വിദഗ്ധരും ദുരന്ത സ്ഥലത്ത് പരിശോധന നടത്തി. ഞങ്ങളുടെ ഇപ്പോഴത്തെ വരെ പ്രാഥമികമായിട്ടുള്ള അന്വേഷണ ഭാഗമായിട്ട് 34 പേര് അക്കൗണ്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. 9 persons ഡെഡാണ്. 5 പേരിനെ ഐഡന്റിഫൈ ചെയ്തു. അവരൊക്കെ ഫാമിലി മെമ്പേഴ്സ് ഏൽപ്പിച്ചു. 2 പേര് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ ദേ ആർ സ്റ്റിൽ ഇൻ ദ ഹോസ്പിറ്റൽ. ബാക്കി 2 പേരുടെ അവരുടെ ഐഡന്റിഫൈ ആയിട്ടില്ല. അവർ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. 13 പേര് പോലും ഹോസ്പിറ്റലിൽ ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. നമ്മുടെ ACP ക്രൈംബ്രാഞ്ച് തൃശ്ശൂർ സിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഒരു ടീം ഫോം ചെയ്തിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് പുറമെ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നത്. വിൽ ബി ഗോയിങ് ഇൻ ടു ദ ഡീറ്റെയിൽസ് ഓഫ് ദി ഹൗ ദ ഇൻസിഡന്റ് happened and what type of steps we have to be taken there. സർവൈവേഴ്സ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. ഇന്ററാക്ട് ചെയ്ത ശേഷം മാത്രമാണ് നമുക്ക് അതിലേക്ക് ഒരു അസസ്മെന്റ് വരാൻ പറ്റുന്നതാണ്. കെഡാവർ ഡോഗ്സ് ഉപയോഗിച്ച് നമ്മൾ ബാക്കി ആരെങ്കിലും ഏതെങ്കിലും അവശേഷങ്ങളോ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. വി വാണ്ട് ടു കംപ്ലീറ്റ് ദി ഇൻവെസ്റ്റിഗേഷൻ ഹിയർ ബൈ ടുഡേ ഈവനിംഗ്. എക്സ്പെക്ട് ടുമോറോ ആഫ്റ്റർനൂൺ. അർജുൻ മട്ടന്നൂർ വിവരങ്ങളുമായി ചേരുകയാണ്. അർജുൻ, അപകട സ്ഥലത്തെ തിരച്ചിൽ ഇപ്പോൾ പൂർണ്ണമായും അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? തിരിച്ചറിയാനുള്ള ശ്രമങ്ങൾ എങ്ങനെ തുടരുന്നു? മാധു, ഇന്നലെ ഈ സമയത്ത് ഏതാണ്ട് 40ഓളം തൊഴിലാളികൾ ആത്മാർത്ഥമായി ജോലി ചെയ്ത ഒരു സ്ഥലമാണ് മുണ്ടത്തിക്കോടുള്ള ഈ കാണുന്ന പ്രദേശം. ഇത് ഇപ്പോൾ പൂർണ്ണമായും ഒരു ദുരന്ത ഭൂമിയായി മാറിയിരിക്കുന്നു. ഏതാണ്ട് രക്ഷാപ്രവർത്തനം ഏതാണ്ട് അവസാനിച്ചു എന്ന് തന്നെ പറയാം. ഇന്ന് രാവിലെ 7 മണി മുതൽ തന്നെ പോലീസും ഫയർഫോഴ്സും ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും അതോടൊപ്പം തന്നെ കെടാവർ നായകളുടെ സഹായത്തോടുകൂടി വലിയ തോതിൽ പരിശോധന നടത്തി. ഈ കാണുന്ന ഭാഗത്തും അതോടൊപ്പം തന്നെ ഇതിനു ചുറ്റുമുള്ള പാടശേഖരത്തിലുമൊക്കെ തന്നെ പൂർണ്ണമായും പരിശോധന നടത്തി. നിരവധി മൃതദേഹ അവശിഷ്ടങ്ങൾ ഇവിടെ നിന്ന് കണ്ടെത്തുകയും ചെയ്തു. അതോടൊപ്പം തന്നെ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള സ്ഫോടക വസ്തുക്കളും കണ്ടെത്തിയിരുന്നു. അത് പൂർണ്ണമായും കണ്ടെത്തി നിർവീര്യമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏതാണ്ട് രക്ഷാപ്രവർത്തനം പൂർണ്ണമായും അവസാനിച്ചു എന്ന് തന്നെ പറയാം. നിലവിൽ പോലീസിന്റെ നിഗമനപ്രകാരം ഇന്നലെ 34 പേരാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഏതാണ്ട് 40ഓളം പേർക്ക് ഭക്ഷണം കരുതിയിരുന്നു. 34 പേരാണ് ആകെ ഉണ്ടായിരുന്നത്. അതിൽ 10 പേർ പൂർണ്ണമായും രക്ഷപ്പെട്ടിട്ടുണ്ട്. 2 പേർ നിസാര പരിക്കുകളോടെ രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. 13 പേർ ഇപ്പോൾ ചികിത്സയിൽ കഴിയുകയാണ്. എത്ര പേർ മരിച്ചു എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. ഇതിൽ ഈ കണ്ടെത്തിയ മൃതദേഹ അവശിഷ്ടങ്ങളിലൂടെ DNA പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ കൂടുതൽ പേരുണ്ടോ എന്നൊക്കെ തന്നെ ഈ രക്ഷപ്പെട്ടവരുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം മാത്രമേ വ്യക്തത വരികയുള്ളൂ എന്നാണ് പോലീസ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ കാണുന്ന ഈ പ്രദേശത്ത് ഇന്ന് രാവിലെ തുടങ്ങിയ പരിശോധനയിൽ ഈ ഭാഗത്ത് മാത്രമല്ല ഇതിന് ചുറ്റുമുള്ള പാടശേഖരത്തിൽ നിന്നും വലിയ തോതിൽ അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് പോലീസ് മറ്റ് നാട്ടുകാരുടെ അടക്കം സഹായത്തോടു കൂടിയാണ് ഈ മേഖലയിൽ വ്യാപകമായ പരിശോധന നടത്തിയത്. ഇപ്പോൾ ഏതാണ്ട് ഈ പരിശോധന പൂർത്തിയായി എന്ന് തന്നെ പറയാം. ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരിൽ 5 പേരുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഇതിൽ 5 പേർ ഇപ്പോഴും തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയാണ്.